ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രീതി വെള്ളം കൊടുത്ത് കഴിഞ്ഞിട്ട് ആകാശിൻ്റെ കയ്യിൽ നിന്ന് ആ ഫ്ലാസ്ക് മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാട്ടോ. അപ്പം പരസ്പരം അവർ നോക്കിയിട്ടാണ് പോണത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആകാശിൻ്റെ അടുത്തേക്ക് ആ വർക്ക്ഷോപ്പിലെ മണി വന്നിട്ട് പറയുന്നുണ്ട്, സർ ഫ്യൂൽ ടാങ്കിൽ എന്തോ ഒന്ന് വീണ് കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ഫ്യൂൽ ടാങ്കിലോ അതെങ്ങനെ എന്ന് പറയുമ്പോൾ അറിയില്ല സർ, കൽക്കണ്ടം പോലത്തെ എന്തോ ആണ് ഇത് പണ്ട് കൊടുക്കുവാണോ. അപ്പോഴേക്കും ആകാശ് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഫുൾ ടാങ്കിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ ആ മണി പറയുന്നുണ്ട്, അത് ചിലപ്പോൾ അറിയാതെ വന്നതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സാറിന് ആരും മനഃപൂർവ്വം പണി തന്നതാണ്, ഇത് സാറിൻ്റെ വണ്ടി തന്നെയല്ലേ, അത് എൻ്റെ വണ്ടിയാണ് എന്ന് ആകാശ് പറയുമ്പോഴേക്കും ഓക്കെ സാർ, എന്തായാലും ഇതൊന്ന് ക്ലിയർ ആക്കി ഫുൾ ടാങ്ക് ഫുള്ളും ക്ലീൻ ചെയ്തെടുക്കാണ്ട് 2 ദിവസം ടൈം എടുക്കും. ഓക്കെ ശരി, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോകുവാണ്. ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ലാവണ്യ അടുത്ത് പറയുന്നുണ്ട്, മാഡം എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് മാഡം കഴിക്കുക. വാട്ട്, എന്താ കാർട്ടൂൺ ബേബി നീ പറയണത്, ഭക്ഷണം വിളമ്പി കൊടുക്കാനോ, അതിന് എൻ്റെ അടുത്ത് സെർവൻ്റ് ഒന്നുമല്ലല്ലോ, സെർവൻ്റ് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നോക്ക് ലാവണ്യ മേഡം, ഇത് സെർവൻ്റെ പണി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നമ്മൾ സ്നേഹവും അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ബഹുമാനവും കൂടിയിട്ടാണ് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ നോ നോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുവാണ്. അതിനുശേഷം എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കാൻ അവിടുത്തെ രാമൻ ചേട്ടൻ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടി വരുക കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് വരുന്നത്, ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ വന്നാൽ പീ 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 എന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷേ അശ്വിൻ അതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. അങ്ങനെ ഫോണിൽ സംസാരിച്ചത് എനിക്കിപ്പോൾ തന്നെ അക്കൗണ്ടിലേക്ക് കിട്ടണം, അക്കൗണ്ടിൽ അത് ക്ലിയർ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് വന്നിരിക്കുവാണ്. അവിടെ വന്നിരിക്കുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി ചോദിക്കേണ്ടത്, കുഞ്ഞ് എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ എന്താ ചേച്ചി, അല്ല എന്താ ഇത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ അപ്പോഴാണ് കാല് ശ്രദ്ധിക്കുന്നത്, പീ പീ എന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. അശ്വിൻ വീണ്ടും കാലിങ്ങനെ ആക്കുമ്പോഴേക്കും പീ പീ എന്ന് ഒച്ച കേൾക്കുമായിട്ട്. അപ്പം നമ്മുടെ മനോരമ ചോദിക്കുന്നുണ്ട്, എന്താ ബേബി, നിനക്ക് ചെറുപ്പത്തിലെ ആ ഒരു ബേബി ഷൂ ഉണ്ടല്ലോ, ആ ഷൂ ആണ് നീ കാലിലിട്ടേക്കണമെന്ന് പറഞ്ഞ് ചിരിക്കുവാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, നിനക്ക് ഈ ഷൂ ഇത്ര ഇഷ്ടമായിരുന്നോ, ഒരു കാര്യം ചെയ്യാമോ ബേബി, നീ ഈ ഷൂ ഇട്ട് ഒന്നും കൂടി ഈ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഒന്ന് നടക്കാവോ, ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പീ 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 എന്നുള്ള സൗണ്ട് എന്ന് പറയുവാണ്. ഇതെങ്ങനെ ഈ സൗണ്ട് എന്ന് നമ്മുടെ അശ്വിൻ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ രാമൻ ചേട്ടൻ വന്നിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അശ്വിൻ്റെ ഷൂവിൽ നോക്കി പറയുന്നുണ്ട്, സർ ഈ ഷൂവിൽ നിറച്ചും ജ്യൂസാണല്ലോ എന്ന് പറയാണ്. ജ്യൂസോ, അതെ, ഞാൻ സാറിന് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ജ്യൂസ് ടേബിളിൽ വെച്ചിരുന്നു, ആ ജ്യൂസ് സാറിൻ്റെ ഷൂവിൽ നിറച്ചുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയണ്ട, ആഹാ ഷൂ ആണോ ജ്യൂസ് ഷൂവിൻ്റെ ഉള്ളിലാണോ, മുക്കിക്കൊണ്ടാണോ കുഞ്ഞാ നീ വന്നത്, ഓ നീ ചെറുപ്പത്തിലെ സ്വഭാവം കാണിക്കുമായിരിക്കും അല്ലേ, ചെറുപ്പത്തിൽ കേട്ടോ, ചെറുപ്പത്തിൽ ഇവന് മാംഗോ ജ്യൂസ് ഭയങ്കര ഇഷ്ടമായിരുന്നു, മാംഗോ ജ്യൂസ് ആരും കുടിക്കാതിരിക്കാൻ വേണ്ടി ഷൂവിൻ്റെ ഉള്ളിൽ വരെ ഇവന് ഒളിപ്പിച്ച് വെക്കുമായിരുന്നു, ആ സ്വഭാവം നീ വീണ്ടും എടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും ചിരിക്കുന്ന സമയത്ത് അശ്വിൻ ആകെ വല്ലാത്ത നാണക്കേട് തോന്നുന്നു, എല്ലാവരും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് ലാവണ്യ പറയുന്നുണ്ട്, മുത്തശ്ശി മനോരമാൻ്റെയും സ്കോള് ചെയ്യുവാണല്ലോ എന്ന് പറയാം കേട്ടോ. ആ സമയത്ത് മതി, ഇനഫ് ലാവണ്യ എന്ന് പറയുവാണ്. സോറി ബാബ്, ഞാൻ അങ്ങനെ അറിയാണ്ട് ചിരിച്ചു പോയതാണ്, ഈ കോമഡി കേട്ട് ആരാ ചിരിക്കാത്തെന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോട്ടെ. അശ്വിൻ പോകുമ്പോൾ പീ 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 എന്ന് വെച്ചേക്കുമ്പോൾ എല്ലാവരും വീണ്ടും പൊട്ടിച്ചിരിക്കുവാണ്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി ചോദിക്കേണ്ടത്, അല്ല ലാവണ്യ, നീ ഇപ്പം എന്താ അശ്വിനെ വിളിച്ചത്, ബേബിന്നോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനോരമ പറയുന്നുണ്ട്, പോട്ടെ മുത്തശ്ശി, അത് ഞാൻ കുഞ്ഞിനെ ബേബി ബേബി എന്ന് വിളിക്കുന്നതുകൊണ്ട് വിളിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ലാവണ്യ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, ഞാൻ സ്നേഹത്തോടെ ബേബി എന്ന് വിളിച്ചതാണ്, ഞാൻ അശ്വിൻ സായിറാം ഇടയ്ക്കിടയ്ക്ക് ബേബി എന്ന് വിളിക്കാറുണ്ട്, നോ ഇവിടെ അതൊന്നും പറ്റില്ല, കുറച്ച് ഭർത്താവ് ആവുമ്പോഴുള്ള കുറച്ച് ബഹുമാനവും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ലാവണ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാനിവിടെ വന്ന ലാവണ്യല്ല ഇപ്പോൾ, ഞാൻ ആകെ മാറി, ഇവിടെ വന്നപ്പോൾ ഞാനല്ല ഇപ്പോൾ എന്നൊക്കെ പണ്ട് ലാവണ്യ ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി അഞ്ജലി അടുത്ത് പറയുന്നുണ്ട്, നോക്ക് അഞ്ജലി മോളെ, എനിക്ക് തോന്നണമെന്നില്ല ഇവള് ശരിയാവുമെന്ന്, ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇവൾക്ക് ഇവിടുത്തെ നല്ല മരുമകളാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണമെന്നില്ല എന്നിങ്ങനെ പറയുകയാണ് മുത്തശ്ശി. ആ സമയത്ത് ലാവണ്യ ദേഷ്യത്തിൽ പുറത്തേക്ക് പോകുക കേട്ടോ. അങ്ങനെ പുറത്തേക്ക് പോയാൽ ലാവണ്യ അടുത്ത് മനോരമ വരുവാണ്, എന്തിനാ ബേബി നീ ഇങ്ങനെ പിണങ്ങിപ്പോണെന്ന് പറയുമ്പോൾ, പിന്നെ ഞാൻ എന്താ ആൻറ്റി ചെയ്യേണ്ടത്, പറയണത് കേട്ടില്ലേ, മുത്തശ്ശി പറയണതെല്ലാം അനുസരിക്കണം എന്ന് പറയുമ്പോഴേക്കും മനോരമ പറയണ്ട, അതെ ഇവിടെ അവരുടെ വിചാരം അങ്ങനെയാണ്, ഇവിടെ അവർക്ക് അമ്മ മഹാറാണി ആവണം, ബാക്കിയുള്ള സ്ത്രീജനങ്ങൾക്ക് അവരുടെ അടിമകളും. നോക്കുമോളെ, നിനക്കൊരു കാര്യം അറിയാവോ, ആ അമ്മനും അവരെ മയക്കിയെടുക്കാൻ വേണ്ടി ഒരു വഴിയുണ്ട്, വഴിയോ, എന്ത് വഴിയെന്ന് ചോദിക്കുമ്പോൾ അത് നിനക്ക് മനസ്സിലാവാനായിട്ട് ആ ശ്രുതി ഉണ്ടല്ലോ കാർട്ടൂൺ ബേബി, അവൾക്ക്
എല്ലാം നന്നായിട്ട് അറിയാം. കണ്ടില്ലേ അവൾ ആ അമ്മേനെ കയ്യിലെടുത്തിരിക്കണം, അതുപോലെ നീ കയ്യിലെടുക്കണം. അതിനൊരു വഴിയുള്ളൂ, സ്നേഹം. നീ സ്നേഹം കൊണ്ട് അമ്മേനെ വീർപ്പ് മുട്ടിക്കണം. വാട്ട്? അതെ, വീർപ്പ് മുട്ടിക്കണം. അതായത് അമ്മയുടെ കാര്യങ്ങളെല്ലാം നീ നോക്കിക്കൊള്ളാമെന്ന് നീ പറയണം എന്ന് പറയണം. എങ്കിൽ മാത്രമേ അവർക്ക് നിന്നോട് സ്നേഹം ഉണ്ടാവുള്ളൂ. ആ കാർട്ടൂൺ ബേബിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചിട്ട് അമ്മയെടുത്ത് നീ ഭയങ്കര സ്നേഹം കാണിക്കണം. അമ്മക്ക് മരുന്നെടുത്ത് കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് ചായ വേണോ ചൂടുവെള്ളം വേണോ എന്നൊക്കെ ചോദിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മേ ഭക്ഷണം എടുത്ത് തന്നോട്ടെ എന്നൊക്കെ ചോദിക്കണം. അമ്മക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ നീ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ മനസ്സിൽ നിനക്ക് ഇടം പറ്റാം. അങ്ങനെ നീ ഒരു പ്രാവശ്യം ഇടം പറ്റി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും നീ മായഞ്ഞു പോവില്ല. അതേ ഉള്ളൊരു വഴി എന്ന് പറയണം. നീ ഇപ്പം തന്നെ അമ്മയുടെ അടുത്ത് പോയി പറ, അമ്മയുടെ കാര്യങ്ങളെല്ലാം നീ ചെയ്തോളാം എന്ന് പറ. അങ്ങനെയൊക്കെ അവരെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഓ ഓക്കെ ഓക്കെ എന്ന് അങ്ങനെ ചെയ്യാം ആൻറ്റി എന്ന് പറയാണ്. അങ്ങനെ ലാവണ്യയും മനോരമയും കൂടി നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആഹാ നിനക്ക് ഈ ബുദ്ധി ഇപ്പം എങ്ങനെ തോന്നി ലാവണ്യ എന്ന് പറയുമ്പോൾ, അല്ല എനിക്ക് മുത്തശ്ശീനെ നേരത്തെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മുത്തശ്ശിക്ക് എന്നെ ഇഷ്ടമല്ലോ, അതുകൊണ്ടാണ്. സോറി മുത്തശ്ശിനോട് ക്ഷമിക്കണം. ഞാൻ ചെറുപ്പം മുതൽ ഒറ്റയ്ക്ക് തിരിച്ച് താമസിച്ചതല്ലേ, ഇപ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക് തന്നെയാണ് ഒരു ഫ്ലാറ്റിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കൂട്ടുകുടുംബത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് തെറ്റുകുറ്റങ്ങൾ പറ്റി, മുത്തശ്ശി ക്ഷമിക്കണം. മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് നോക്കിക്കോളാം. അതിനൊക്കെ നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ തീർച്ചയായിട്ടും പറ്റും മുത്തശ്ശിക്ക്. ഞാനിപ്പോൾ എന്ന് പറയുമ്പോഴേക്കും മനോരമ ഇങ്ങനെ ചായ എടുക്കട്ടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ലാവണ്യ പുതിന ചമ്മന്തി എടുക്കട്ടെ. പുതിന ചമ്മന്തിയോ ഇപ്പോഴോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അയ്യോ ലാവണ്യ പറഞ്ഞത് മാറിപ്പോയതായിരിക്കും. പുതിന ചമ്മന്തി എന്നല്ല, തേയില എന്നാണ് പറഞ്ഞത്. അതായത് ഗ്രീൻ ടീ അമ്മേ. നീ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുവാണ് നമ്മുടെ മുത്തശ്ശി. ശരി മുത്തശ്ശി, മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് നോക്കിക്കൊള്ളാം കേട്ടോ. ശരി എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ്, ഓക്കെ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യ വളരെ കുലീനവതിയായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതി പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ പോവുകയാണ്. ഹാവു ഇന്ന് നേരത്തെ പോകണം, ഇന്ന് ചേച്ചിയായിട്ട് കറങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഓടിപ്പോകുന്ന സമയത്ത് നമ്മുടെ ആകാശ് വരുവാണ്. ഹലോ ആകാശ് എന്ന് പറയുമ്പോൾ, ആ പ്രീതിയോ, ഞാൻ ശ്രുതിയാണ്. പ്രീതി ചേച്ചി എൻ്റെ ചേച്ചി, അത് വീട്ടിലുണ്ടാവും. യെസ് സോറി മാറിപ്പോയി. ശ്രുതി പോകുവാണോ? അതെ പോകുവാണ് സർ എന്ന് പറയാണ്. ശരി ശ്രുതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആകാശ് ഏതൊരു സ്വപ്നലോകത്തിലെ പോലെ പോവാട്ടോ. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ മനസ്സിലായി, ഈ ആകാശാണ് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് പോവാം. അതിനുശേഷം ആകാശ് അശ്വിനോട് പറയുന്നുണ്ട്, ചേട്ടാ വണ്ടി 2 ദിവസം എടുക്കും ടൈം നന്നാക്കി കിട്ടാൻ. 2 ദിവസമോ? അതെന്താ ആകാശം ചോദിക്കുമ്പോൾ, അത് ഫ്യൂൽ ടാങ്കിൽ എന്തോ കൽക്കണ്ടം പോലത്തെ ഒരു സാധനം കിടക്കുന്നുണ്ടെന്നാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത്. കൽക്കണ്ടമോ? നമ്മുടെ ഫ്യൂൽ ടാങ്കിലോ? അതേ ചേട്ടാ. അപ്പോഴേക്കും ആകാശിന് കോൾ വരുവാണ്. ചേട്ടാ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്താണ് അശ്വിൻ മനസ്സിൽ വിചാരിക്കണേ, അതെ ഇതിനെല്ലാം പിന്നിൽ അവൾ തന്നെയാണ്. ആ ശ്രുതി ലക്ഷ്മി ടാങ്കിൽ കൽക്കണ്ട് വിട്ടതും എൻ്റെ ഷൂവിൽ ജ്യൂസ് ഒഴിച്ചതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടെ നമ്മുടെ അശ്വിൻ്റെ ലാപ്ടോപ്പ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാട്ടൊരു മൂലക്ക്. എൻ്റെ ലാപ്ടോപ്പ് ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ ലാപ്ടോപ്പ് ആകെ തകിടം മറിഞ്ഞല്ലോ, ഇതിന് പിന്നിലും അവൾ തന്നെയായിരിക്കും എന്ന് നമ്മുടെ അശ്വിൻ മനസ്സിൽ വെച്ചിട്ട് ആകെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്യാമിനെയാണ്. ശ്യാമ അഞ്ജലിയുടെ ആഭരണങ്ങളൊക്കെ കാണണമെന്ന് പറയുമ്പോൾ അഞ്ജലി ആഭരണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി ചോദിക്കേണ്ടത്, ഇതിൽ ഏത് ആഭരണമാണ് ചേട്ടന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോൾ, അതിൽ കനം കൂടിയൊരു മാല തന്നെ ശ്യാം എടുക്കുകയാണ്. ഇത് ചേട്ടനെ ആര് തന്നതെന്ന് ഓർമ്മയുണ്ടോ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ, പിന്നെ അത് ഞാൻ മറക്കോ? നമ്മുടെ ആദ്യ വെഡ്ഡിങ് ഡേക്ക് ഞാൻ നിനക്ക് സമ്മാനിച്ചതല്ലേ? ഓ അപ്പം ചേട്ടന് ഓർമ്മയുണ്ടല്ലേ? അതെ, നീ ഇന്നൊരു കാര്യം ചെയ്യണം, ഈ മാല നീ ഒന്ന് അണിയണം. അയ്യോ ചേട്ടാ അതെ നീ അണിയണം, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇത് അണിയണം എന്ന് പറയുമ്പോൾ, ശരി ഞാനിത് അണിയാം, പക്ഷേ ഇന്ന് വൈകിട്ട് നമുക്ക് രണ്ടുകൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോവാം. അപ്പം ഞാനിത് അണിയാം. ശരി എങ്കില്ല വൈകിട്ട് നേരത്തെ വരാം, നമുക്ക് അമ്പലത്തിൽ പോവാം എന്ന് പറയാണ്. ശരി ചേട്ടാ. അങ്ങനെ നമ്മുടെ അഞ്ജലി ആഭരണങ്ങളെല്ലാം അലമാര വെക്കുന്ന സമയത്ത് പതുക്കെ അഞ്ജലി കാണാതെ ആ മാല എടുത്ത് പോക്കറ്റിൽ ഇടുവാട്ടോ ശ്യാം. ആ ഒരു ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.